തിരുവനന്തപുരത്ത് നമുക്കൊപ്പം അഷിനുണ്ട്. അഷിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരും. അഷിൻ കോവളത്തല്ലേ? അതെ. ഒന്നും ഓർമ്മയില്ല. കട്ടൻ ചായ അല്ലാതെ എനിക്ക് നല്ല തനി കട്ടൻ ചായ നിങ്ങൾ മാറി കുടിച്ചു പോയി. ഇവിടെ എടുത്തു വെച്ചിരുന്നു, ഒരാൾ വേറെ എന്തോ ആണ്. അപ്പോൾ അഷിൻഡിയാഗോ ഇവിടെ അരുൾ സാർ എന്തൊക്കെയോ പറയുന്നു. അഷിനെങ്കിലും ഒന്ന് പറയൂ, എന്തായി ന്യൂ ഇയർ? ഒരു മണിക്കൂറും ചില്ലറ സമയമല്ലേ ബാക്കിയുള്ളൂ. കോവളത്ത് ഒരു ഫുൾ വൈബിലേക്ക് എത്തിയോ? സുജിയ, ഞാൻ നിൽക്കുന്നത് കോവളത്തല്ല, മറിച്ച് കനകക്കുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ തലസ്ഥാന നഗരി പുതുവത്സരത്തെ അതിനെ വരവേൽക്കാനായി അഷിൻ എന്നെ പറഞ്ഞ് പറ്റിച്ചതാണ്. കോവളത്താണ് അഷിൻ എന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്. അഷിൻ ഇപ്പോൾ ശരിക്കും നിൽക്കുന്ന കനകക്കുന്നിലാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കട്ടൻ ചായയുടെ കറക്റ്റ് എഫക്ട് എന്താണെന്നുള്ളത്. കട്ടൻ ചായയാണ് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ചുമ്മാ ആവശ്യമില്ല നാട്ടുകാർ പറയല്ലേ. മാത്രമല്ല പ്രേക്ഷകർക്ക് അറിയാം നമ്മൾ അങ്ങനെ ഒന്നും പോകുന്ന കക്ഷികളല്ല. എങ്ങനെ പോയിന്നാ? അല്ല, നമ്മള് കനകക്കുന്നിലേക്ക് കോവളത്തോട് പോകാത്തവരാ. ശരി, അപ്പൊ കനകക്കുന്ന്. അപ്പൊ കനകക്കുന്നിൽ നിന്ന് അഷിൻ എങ്ങനെയുണ്ട് കനകക്കുന്നിലെ വൈബ്? ഡോക്ടർ അരുൺ, ഇവിടുത്തെ വൈബ് പറയാതിരിക്കാൻ വയ്യ. ആളുകളൊക്കെ ഇവിടെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അവർ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുക്കൊരു വളരെ വലിയ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ഈ ആളുകൾക്കിടയിൽ നിന്ന് നമുക്ക് പറയാനുള്ളതും. ചേട്ടാ, ന്യൂ ഇയർ ഒക്കെ ഇല്ല, എന്താ പരിപാടി? ചുമ്മാ കാണാമെന്ന്. ഇനി എന്താണ് പുതിയ വർഷത്തിലേക്ക് പോകണം? എന്തൊക്കെയാണ് പ്രതീക്ഷ? പ്രത്യേകിച്ചൊന്നുമില്ല. ഡിഗ്രിയിലൊക്കെ പോകണം, ഇങ്ങനെയൊക്കെ തന്നെ പോകണം. എവിടെ? ഞങ്ങള് കല്ലറ, കാരായിട്ട് കല്ലറ. ഈ നമ്മുടെ ഈ കനകുന്നിലെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതല്ലേ കാണാനുണ്ട്? ഫാമിലിയോടെ അല്ലേ വന്നത്? എത്ര പേരുണ്ട്? നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണോ? ഒന്നും ഒരു റെസൊല്യൂഷൻ എടുത്തില്ല അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന്? പ്ലാനിംഗ് ഒന്നും ഇല്ല? എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ? ഇതുവരെയ്ക്കും എടുത്തില്ല. അരുൺ, ഇവിടെ ആളുകളൊക്കെ ഇനി അടുത്ത കൊല്ലത്തേക്കുള്ള പ്ലാനിംഗ് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ മൊത്തത്തിൽ ഈ കനകുന്നിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അതിമനോഹരമായ ലൈറ്റിംഗ് ആണ് ഇവിടെയൊക്കെ ഉള്ളത്. 2025 വരവേൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ആളുകളൊക്കെ ഇവിടെ വലിയ രീതിയിൽ കുടുംബത്തോടെ തന്നെ ഇവിടെ എത്തി ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. കനകുന്നിൽ വസന്തോത്സവം വലിയ രീതിയിൽ പൂക്കളുടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. മറിച്ച് ഇതേ കണ്ണിന് വളരെ രീതിയിൽ ആനന്ദം നൽകുന്ന ലൈറ്റ് ഷോകളുണ്ട്. അങ്ങനെ ഈ കനകുന്നിലെ ആഘോഷങ്ങൾ അത് പൊടിപൊടിക്കുകയാണ്. വലിയൊരു ജനപങ്കാളിത്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂട്ടത്തോടുകൂടി ആളുകൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളതാണ്. അമ്മ, ന്യൂ ഇയർ അല്ലേ, എന്താ പരിപാടി? നമ്മള് കറങ്ങാറങ്ങിയതാ. എവിടുന്നാ വരുന്നേ? ഞങ്ങളിവിടെ കൊടപ്പനം കുന്നിന്നു. നിങ്ങളെല്ലാം ഒന്നിച്ചു വന്നതാ? എന്താ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ചുമ്മാ കറക്കം മാത്രമേ ഉള്ളൂ? അടുത്ത വർഷത്തേക്ക് പ്ലാനിംഗ് ഒന്നുമില്ല? ഒരു റെസൊല്യൂഷനും ഇല്ല. വെയിറ്റ്. പുതിയ ആള് അതിന്റെ വെയിറ്റ്. അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കാണിച്ച് സെറ്റാക്കുക. അതാണ് എന്താ പരിപാടി? എന്താ ന്യൂ ഇയർ ഒക്കെ ആളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. അഷിനാണ് നമുക്കൊപ്പം ഉള്ളത് കനകക്കുന്നിൽ നിന്ന് അല്ലെ? കനകക്കുന്നിൽ നിന്ന് തന്നെയാണ്. കനകക്കുന്ന് എന്ന് പറഞ്ഞേ. കനകക്കുന്ന് രണ്ടാമത്തെ കായ്ക്ക് എന്താ ഒരു കനകക്കുന്ന് അത്ര ഇരട്ടി പോവാണ്. ഞാൻ കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല. അതാണ് കട്ടൻ ചായ മാത്രം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും തീർച്ചയായിട്ടും ജീവിതമായിരിക്കണം നമ്മുടെ ലഹരി.